അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുത്തു മാറ്റട്ടെ. ഇന്നത്തെ വീഡിയോയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പരിശുദ്ധമായിട്ടുള്ള റമദാനിലെ 25ാമത്തെ രാവാണ് ഇന്ന്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇന്നത്തെ ഈ ഒരു രാവിന്, ഇനിയുള്ള ഓരോ രാവുകൾക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു അമലിനെ നേർച്ച വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള മുറാദുകളെ റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ച് തരുട്ടില്ലേ, നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കാരണം ഇനി തുച്ഛമായിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പിലുള്ളത്. അതിനെ നിങ്ങൾ ഉറങ്ങിക്കളയാതെ, അതിനെ നിങ്ങൾ ക്ഷീണമാണ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളാണ് മടി പിടിച്ച് കളയാതെ നിങ്ങൾ ഇത്തരം അമലുകളെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. കാരണം ഇനിയുള്ള ഓരോ രാവിലും റബ്ബിലേക്ക് നമ്മൾ എത്രത്തോളം കൂടുതൽ അടുക്കുന്നുണ്ടോ അത്രയും കൂടുതൽ റബ്ബ് നമ്മളിലേക്ക് അടുക്കുമെന്നുള്ളതാണ്. അത്രയും സഹായം റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളതാണ്. റബ്ബിൻ്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് മുമ്പിൽ നീട്ടിവെക്കും എന്നുള്ളതാണ്, തുറന്നു വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഈ മഹത്തായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അമലിനെ വേഗം തന്നെ നേർച്ച വെച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമുക്കതിലേക്ക് കടക്കാല്ലേ. അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഇത്തരം പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകൾ നമ്മുടെ അറിവിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അല്ലേ. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലേ. അപ്പോൾ ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും റബ്ബ് നൽകിയിട്ടുള്ളത് റബ്ബിലേക്കൊന്ന് അടുത്തിരുന്ന് റബ്ബിനോട് നമ്മളൊന്ന് മനം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഈ ഒരു 5 ദിവസങ്ങൾ ഇനി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു 5 ദിവസങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള എന്തൊരു മുറാദും എന്തൊരു പ്രയാസവും റബ്ബിൻ്റെ മുമ്പിൽ നീട്ടാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ആ റഹ്മത്തിൻ്റെ വാതിലുകൾ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്ന് തരിക തന്നെ ചെയ്യും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ മാസത്തിലെ പാതിരാ നേരത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അവനവൻ്റെ ആവശ്യങ്ങൾ പറയുന്ന ആളുകൾ ആരാണ്? അവർക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഞാൻ നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് തരേ. അപ്പോൾ നിങ്ങളാരും ഇത്തരം ഈ ഒരു കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഇത്തരം അമലുകളെ ചോദിക്കുമ്പം മറ്റുള്ള പ്രവൃത്തികളിലൂടെ ഇരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള പണികളിലൂടെ ഇരുന്ന് മറ്റുള്ള ചിന്തകളിലൂടെ പോയിട്ട് നിങ്ങൾ റബ്ബിലേക്ക് തിരിഞ്ഞ് ചോദിക്കാതിരിക്കാനും ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ഇത്തരം അമലുകളെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ദുആ ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമായിരിക്കണം അവിടെ. അതിനാണ് നമ്മൾ പാതിരാ സമയം അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയിട്ടുള്ള ആ ഒരു സമയത്തെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ റമദാനിൻ്റെ ഈ ഒരു അവസാന നിമിഷങ്ങളൊക്കെ ആകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആലയുടെ പൂമുത്ത് റസൂൽ എന്താ ചെയ്തിരുന്നെന്ന് അറിയുന്നവർക്ക് ഒട്ടിയ വയറുമായിട്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ പാപങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയാതെ ദിക്റുകളിലും സ്വലാത്തുകളിലും പ്രാർത്ഥനകളിലും മുഴുകുമെന്നാണ്. തൻ്റെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റബ്ബിലേക്കിറന്ന് 2 കൈയും നീട്ടി റബ്ബിനോട് ദുആ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു വഴി പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന എത്ര വഴികളുണ്ടല്ലേ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറിയിട്ട് ജീവിതമാകെ തലകുത്തനെ ആക്കിയിട്ടുള്ള അവസ്ഥകൾ വരെ വന്നിട്ടുണ്ടാകും. അപ്പോൾ മത്സ്യ വയറ്റിൽ കിടന്ന് റബ്ബിലേക്ക് കൈ ഉയർത്തിയപ്പോൾ റബ്ബ് അവിടുന്ന് കാരുണ്യമാകുന്ന സഹായം കൊടുത്തിട്ടുള്ളതാണ്. ആ ഇരുട്ടറയിൽ, ആ മത്സ്യത്തിൻ്റെ വയറ്ററയിലെ ആ ഇരുട്ടടയിൽ കിടന്ന് റബ്ബിലേക്ക് നിവർത്തിയിട്ടുള്ള റബ്ബിലേക്ക് തിരിച്ചിട്ടുള്ള ആ കയ്യിനെ റബ്ബ് സുബ്ഹാനഹു തആല തട്ടിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു രാവുകളിൽ നിങ്ങളും നിങ്ങളുടെ കരങ്ങളെ റബ്ബിലേക്ക് ഉയർത്താനും ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ റബ്ബിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ റബ്ബിനോട് സംസാരിക്കാൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, കരഞ്ഞ് റബ്ബിനോട് നമ്മുടെ ആശകളെ പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നിഅമത്തുകൾ
വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ ഒരു പൊള്ളയായിട്ടുള്ളൊരു വാക്ക് പറയല്ല അല്ലേ. കാരണം പടച്ചോനിലേക്ക് നിങ്ങളൊന്ന് അടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ ഇപ്പോഴെങ്കിൽ ആ ജീവിതത്തെ റബ്ബ് സുബ്ഹാനഹു തആല പ്രകാശപൂരിതമാക്കി തീർക്കും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കറിയില്ലേ, ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ രാവുകളാണ് ഇനിയുള്ളത് എന്നുള്ളത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ദിക്റുകളും ദുആകളും ചെയ്യാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമലാണ് അല്ലേ. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള പരിശുദ്ധമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു ഇസ്മിനെ നിങ്ങളെല്ലാവരും ഇനിയുള്ള രാത്രികളിൽ അധികരിപ്പിച്ച് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിയ്യത്ത് വെക്കുക, ഞാൻ ഈ ഒരു മഹത്തായിട്ടുള്ള ഇസ്മിനെ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിനെ നീങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിലെ അടുത്തിരുന്ന് ഒരു 3001 തവണ നേർച്ച വെച്ച് ചൊല്ലുകയാണ് എന്നുള്ളത് നമ്മൾ നിയ്യത്ത് വെച്ച് ചൊല്ലിത്തുടങ്ങാം. എന്തൊരു പ്രശ്നമാണ് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ ആ ഒരു പ്രശ്നത്തിന് ആ ഒരു ആഗ്രഹത്തിന് മേലുള്ളതെങ്കിലും ആ പ്രശ്നത്തെ റബ്ബ് സുബ്ഹാനഹു തആല നീക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തെ റെഡിയാക്കി തരുക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചിറകിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഇസ്മ കൂടെയാണിത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എന്തൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഇരുന്നിട്ടുള്ളത് ആ ആഗ്രഹം നമുക്ക് നേടിക്കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ ഒരു അമലിനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് ആളുകൾ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അല്ലേ. അവർക്കൊക്കെ അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത്തരം അമലുകളെ നിങ്ങൾ എത്തിച്ചു കൊടുത്ത അവർക്കും ചെയ്യാനുള്ള ആ ഒരു വഴി നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.